എടാ ഞാൻ ഈ ബോംബ് എടുത്ത് ഇവിടെ ഇട്ടിട്ട് ഈ പാരച്യൂട്ട് യൂസ് ചെയ്ത് പറക്കാൻ പോവാ. ഇതാണ് എന്റെ പേഴ്സണൽ പാരച്യൂട്ട്. എന്താണ് ഓ എന്തോ ഭാഗ്യം. എന്താണ് ഷിൻചാൻ നീ എവിടെ നീ വിളിക്കുന്നേ? എടാ നീ മേളിൽ എന്ത് ചെയ്യാ? എടാ എന്താടാ കാര്യം? നീ എന്താണ് രാവിലെ ഇങ്ങനെ ഇത്ര പ്രശ്നങ്ങളായിട്ട് വരുന്നേ? എടാ വേഗം എനിക്കിപ്പോ ഷിൻചാന്റെ അടുത്തേക്ക് പോകണം. ഷിൻചാന്റെ അടുത്തേക്ക് പോകണം. ഷിൻചാന്റെ അടുത്തേക്ക് എടാ ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ ഇപ്പത്തും നിന്റെ അടുത്തേക്ക് പോരാ. ഞാൻ വരുന്നുണ്ട്. ഇതങ്ങോട്ട് പോകുന്നത് ഇതൊന്ന് കൺട്രോൾ ഇല്ലാണ്ട് എങ്ങോട്ടേക്കോ പോകുന്നേ. ഞാൻ അങ്ങോട്ടാണല്ലോ കൺട്രോൾ ചെയ്യുന്നത്, പക്ഷെ എന്ത് ഇങ്ങോട്ട് പോകുന്നേ? എടാ ഞാനില്ല ഇവിടെ ഉണ്ടടാ. ഞാൻ വരാൻ നോക്കുക, പക്ഷെ വരാൻ പറ്റുന്നില്ല. എന്തോ എന്നെ ഇങ്ങനെ സൈഡിലോട്ടാക്കുന്നു. എടാ ഞാൻ ട്രൈ ചെയ്യല്ലേ. വെയിറ്റ്. എടാ ഇതൊക്കെ ഞാൻ പിടിച്ചു കയറുന്നല്ലോ. ഇപ്പൊ എന്താണ് എനിക്ക് പിടിച്ചു കയറാൻ പറ്റാത്ത? ആടെ വരുന്നു. ഞാൻ ഏതെങ്കിലും സൈഡത്തെ ഇത് എടാ എന്റെ മൂക്കിടിച്ചോടെ ചോരയൊക്കെ വന്നവിടെ. എനിക്ക് എന്താ ഇവൻ പറയുന്ന? എടാ എങ്ങനെയും ഷിൻചാന്റെ അടുത്തേക്കോ എന്തോ വലിയ പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്. എടാ ഞാൻ വരുന്നടാ. എടാ ഇവൻ എന്താണ് ഇത്ര വലിയ പ്രശ്നം? പറ, എന്താന്ന് പറ. പേടിക്കുന്നു? അതാദ്യമായിട്ടാണല്ലോ പറയുന്നത്. ആടെ ഞാൻ വരുന്നുണ്ട്. ആടെ ഓടി തന്നെയാടാ വരുന്നത്. എടാ എവിടെയാ നീ? ആടെ ഞാൻ എത്തി. ഓ പൂളില് വീണിട്ട് വെള്ളമായി. നിനക്ക് പൂളി കയറാണ്ട് പോവാ. ഇല്ല അറിയാണ്ട് വീണാടാ. എന്താ? ആടെ ഞാൻ കേട്ടു. എന്താ നിനക്ക് ഉള്ളിൽ കയറി നോക്കട്ടെ. എടാ വെയിറ്റ് ആക്ക്. എന്താ നോക്കട്ടെ. ഞാൻ വരാ. ഇതാരും ഇവിടെ. എടാ എന്റെ ഭിത്തിയിലൊരു ക്രാക്ക്, വലിയൊരു ക്രാക്ക്. ഈ ക്രാക്ക് എങ്ങനെയാ വന്നേ? ആടെ വരാ. പിന്നെ ഇതിന്റെ ഉള്ളിൽ വേറെന്തൊക്കെയോ പൊട്ടിയിട്ടുണ്ടല്ലോ. എടാ എന്റെ ഗ്ലാസ്സിൽ കുറെ ബ്ലാക്ക് സ്മോക്ക് ആയിട്ട്. ആടെ വരുന്നു. ഇതെന്താ മേളിലെന്തോ തീ കത്തുന്ന പോലത്തെ ഇത് സ്മെല്ല് വരുന്നേ? എടാ ഇതെന്താ മേളില് തീ കത്തുന്ന സ്മെല്ല് വരുന്നേ? ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ വീട് മൊത്തം കത്താൻ ചാൻസ് ഉണ്ട്. വന്നേ. ആടെ വരുന്നു. ആടെ ഞാൻ വരെ. ഇവിടെ തീ കത്തുന്നുണ്ടല്ലോ. ഞാനിപ്പൊ തീ കത്തുന്നത് കണ്ടു. അതിന് പെട്ടെന്ന് കാണാതെ. ഇങ്ങോട്ട് വാ. ആടെ വരുന്നു. ഞാൻ അറിയാതെ താഴെച്ചാടി. എടി ഇതാരാ? ഇവിടെ ആരോ വന്നിട്ടുണ്ടല്ലോ. ഇതാരാ? എടി ഇവിടെ ആരാ വന്നേക്കുന്നത്? യോ പോലീസ്. ഇങ്ങോട്ട് വാ. ഇവിടെ പോലീസ് വന്നേ. എടി എനിക്കറിയില്ല. എന്തായാലും സംസാരിച്ചിട്ട് സോൾവേ. മാൻ നിക്ക്. എടി ഞങ്ങൾക്ക് എനിക്കറിയില്ല ഇത് വേറെന്തോ നടന്ന. നിങ്ങൾ എന്തിനാ എന്നെ ഫൈറ്റ് ചെയ്യുന്നത്? ഓഫീസർ എന്നെ ഷൂട്ട് ചെയ്ത് നിർത്തൂ പ്ലീസ്. സറണ്ടർ ആവട്ടെ. മാൻ ഷൂട്ട് ചെയ്ത് നിർത്തൂ പ്ലീസ്. മാൻ ഒന്ന് നിർത്തി. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. ഇത് എനിക്കറിയൂല. ഓഫീസർ എനിക്കറിയൂല. എന്തോ സൗണ്ട് കേട്ടത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ചോപ്പ് ഇതെന്താ? ഇവിടെ ഒരു ചോപ്പ്. രണ്ട് ചോപ്പാ. എടാ നീ എന്താ ഉദ്ദേശിക്കുന്നത് ഷിൻചാനെ? അവിടെ വെയിറ്റ്. ഇതെന്തോ ഒരു ചോപ്പ്. ഇത് റിയൽ ചോപ്പാണല്ലോ. അതും ചോപ്പാണല്ലോ. ഓഫീസർ എനിക്കറിയില്ല ഇത് ഏത് ചോപ്പാണ്. ഇത് ഞാൻ ചെയ്തൊന്നല്ല. ഇവർ ഇതുകൊണ്ടായിരിക്കും വന്നേ. അവിടെ വരുന്നു. എന്താണ് ഇവന് മേളില് പ്രശ്നം എന്ന് പറയുന്നത്? എന്റെ ബൈക്ക് ഇത് ഇവിടെ പൊട്ടിയിട്ട്. ഓ ഗാഡടാ എന്റെ ബൈക്ക് എങ്ങനെയാ പൊട്ടിയേ? അപ്പൊ എന്റെ കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ പോയി. എന്റെ കാറ് പിന്നെ ഒരു സൈക്കിൾ ഇതാരെടുത്ത് ഇങ്ങോട്ട് ഇട്ട്. ഇതെന്താ നീല ലൈറ്റ് ഒക്കെ കത്തുന്ന സൈക്കിള്? ഇതെന്താ ഈ നീല ലൈറ്റ് ഒക്കെ കത്തി എന്റെ സൈക്കിളിന്ന്? എന്റെ കാറ് ടെറസിന്റെ മുകളിൽ. ഇതാരെടുത്തിട്ടേ? ആടെ വരുന്നു. എടി ഇത് ആരുടെ ഈ കാർ എടുത്ത് മുകളിലോട്ടിട്ട്? അവിടെ വരുന്നു. എന്താ ഇവൻ ഇത്ര കാണിക്കാം അവിടെ? ഓക്കെ ഞാൻ വരാം. പുള്ളിക്കറി എവിടെയാ നീ മേളിലുണ്ടെന്ന് പറഞ്ഞിട്ട്? എനിക്ക് എവിടെയാ നീ? ടെറസിന്റെ മുകളിലോ? ഇവിടുന്നാണ് ഞാൻ വന്ന് വിളിക്കൂലേ. ഓക്കെ ടെറസിന്റെ വെള്ളം ഞാൻ പോരാ.
എടാ ഫ്രാങ്ക്ലിൻ ഒന്ന് വേഗം വാടാ, എങ്ങനെയും ഒന്ന് വേഗം വാടാ. ആടെ വരിക, ഞാൻ എങ്ങനെയും ടെറസിന്റെ മുകളിലോട്ട് കയറട്ടെ. ആനിവേ കേറ്, എന്തേലും വഴി വെച്ച് കേറ്. ആടെ കയറി മതിലിന്റെ വഴിയിൽ കൂടി നടന്നു തരാം. ആ ഫ്രാങ്ക്ലിൻ വേഗം അത് കേറുതാണത്. എന്റെ നല്ല കാറാണ് ഇത്, പൊട്ടിക്കിടക്കുതാണ്ടാ. അവിടെ എനിക്ക് താഴെ വീണി ഞാൻ. എടാ ഫ്രാങ്ക്ലിൻ നീ ഒന്ന് വേഗം കേറി വരൂ. ആടെ കേറി വരില്ലേ, ഞാൻ ഒന്ന് താഴെ വീണല്ലേ. ആരാണ് താഴെ വീണില്ലേ? എടാ വേഗം വാടാ ഒന്ന് പ്ലീസ്. എടാ ആദ്യം താഴെ വീണോട്ടോ ഷിൻചാനെ. എടാ ഫ്രാങ്ക്ലിൻ നീ എന്ത് കാണിക്കുന്നു, ഒന്ന് വേഗം കറക്റ്റ് ആയിട്ട് വാ. ആടെ വരുന്നു, ഈ പ്രാവശ്യം മിസ്സാവില്ല. ഫുൾ ഫോക്കസ്. എടാ ഫ്രാങ്ക്ലിൻ നീ ഒന്ന് താഴെ വീണോണ്ടിരിക്കുന്നു, മര്യാദക്ക് ഒന്ന് കേറ്. ആടെ ഞാൻ കേറുന്നത് തന്നെയല്ലേ നോക്കുന്നത്. ഈ ടെറസിലോട്ട് എങ്ങനെയും കേറി, ഇത് തന്നെ എനിക്കൊരു വഴി അറിയാം. ആ ഫ്രാങ്ക്ലിൻ നീ വേഗം കേറി പോ. എടാ ഫ്രാങ്ക്ലിൻ നിന്നെ തല്ലു ഉറപ്പ് തല്ലു. ഷിൻചാൻ വെയിറ്റ് ആക്കി എത്തി. ഈ പ്രാവശ്യം മിസ്സാവില്ല. ഈ പ്രാവശ്യം ഫ്രാങ്ക്ലിന് വേറെ ഏതെങ്കിലും ബയോപിച്ച ഇപ്പൊ ഞാൻ നിന്നെ കൊല്ലു കേട്ടോ. ഓക്കെ ഞാൻ ഈ മതിൽ വെച്ചാടാം. മിസ്. എടാ ബാക്കത്തെ വഴി വരട്ടെ. ആ ഫ്രാങ്ക്ലിൻ എങ്ങനെയും ഒന്ന് വാ, എങ്ങനെയും വന്നാ മതി. നിനക്ക് ഈ വഴി ഞാൻ പണ്ടൊരിക്കൽ കയറിയത്, എനിക്കറിയാം ഈ വഴി കയറാൻ പറ്റുന്നു, പക്ഷെ എങ്ങനെ കറക്റ്റ് അറിയില്ല. നോക്കട്ടെ. എടാ ഫ്രാങ്ക്ലിൻ ഇതിനെ കൂടെ പറ്റൂല, വേറെ ഏതെങ്കിലും വഴി വാ. എടാ നിനക്ക് ഇത് പറ്റും. ഞാൻ ഇത് കയറി. ഫ്രാങ്ക്ലിൻ ഒന്ന് പാട പ്ലീസ്. താഴെ വീണ് നീ എന്താ വിളിച്ചോണ്ടിരിക്കുന്നത് ഒരുമാതിരി? ഞാൻ ഇപ്പൊ വരൂല, ഞാൻ ഇപ്പൊ വരാതല്ലേ പറഞ്ഞ. വാണൊന്ന് ഫ്രാങ്ക്ലിൻ പ്ലീസറാ. ഇവിടെ എന്താ സ്റ്റെപ്പ് അവിടെ പോയി? ഞാൻ ഇന്നലെ പണിതിട്ട് ആ സ്റ്റെപ്പ് അവിടെ പോയി. ഫ്രാങ്ക്ലിൻ ആ സ്റ്റെപ്പ് കാണാതായ. ആടാ സ്റ്റെപ്പ് കാണാതായടാ. എന്താടാ? അടുത്ത് വലിയ പ്രശ്നം. നീ ഇങ്ങോട്ട് വന്നാലും നിനക്കിത് മനസ്സിലാവും. നീ ഇങ്ങോട്ട് വേഗം വന്നാലും നിനക്കിത് മനസ്സിലാവും. ആടെ വര. ഇത് എന്ത് സ്റ്റെപ്പ് എവിടെയുള്ള ആരും മാറ്റി വെച്ചായിരിക്കും. എവിടെയുള്ള എന്റെ സ്റ്റെപ്പ് ഞാൻ പണിത് വെച്ച സ്റ്റെപ്പ് അവിടെ പോയി. ഫ്രാങ്ക്ലിൻ നീ ഇങ്ങോട്ട് വാടാ. ആടെ വരുന്നു. ഇവനെ കൊണ്ട് എടി എന്താ ശരിക്കും കാര്യം? നീ എന്തിനു ഇത്ര വിളിച്ചോണ്ടിരിക്കുന്ന? നീ ഇങ്ങനെ പറഞ്ഞു വിളിക്കാറില്ലല്ലോ കൂടുതലും. എടാ ഫ്രാങ്ക്ലിൻ അതോട്ടല്ലേ നിന്നോട് ഇത്ര സമയത്താ പറഞ്ഞു വരാന്ന്. ആടെ വന്നു ഒന്ന് പറഞ്ഞ് ഞാൻ മുകളിലോട്ട് നീ കേറിയില്ല, താഴെ വീട് സൗണ്ട് കേട്ടല്ലോ. ഫ്രാങ്ക്ലിനെ ഒന്ന് വാടാ. ഞാൻ അറിയാണ്ടൊന്ന് വീണതാ. എന്നാലും ഈ സൈക്കിളിൽ എന്താണ് ഈ പച്ച കളർ ലൈറ്റ് എത്തുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സൈക്കിളിന്റെ ബാക്കിൽ കൂടി റെഡ് കളറ് ചോര പോലത്തെ എന്തോ കളർ, ചോര തന്നെയാന്ന് തോന്നുന്നു, എന്തോ പച്ച കളറിൽ പിന്നെ ലൈറ്റ് കളേഴ്സ് ഒക്കെ പോകുന്നു. എന്താ സംഭവം? എടാ ഫ്രാങ്ക്ലിൻ ഇങ്ങോട്ട് ഇത് കണ്ടാ നീ അതിലും നെട്ടു. എന്ത് ഇവ സംഭവം പറയുന്നത്? വരും അത് പോയി നോക്കാം, ഷിൻചാന്റെ അടുത്തേക്ക് പോയി നോക്കാം. ഇതുവഴി തന്നെ കയറാൻ പറ്റുന്നെ കൊണ്ട്, ഇതുവഴി തന്നെ പറ്റും. ഫ്രാങ്ക്ലിനെ നീ നടന്നു വരുവോ? ആടെ ഞാൻ വന്ന് ഈ മതിൽ ഇങ്ങനെയല്ലേ കേറാൻ പറ്റും, വേറെ എങ്ങനെ കേറുക? ഓക്കെ ഞാൻ വന്ന് എടിക്ക് എന്റെ കാറിന്റെ ഇന്റീരിയർ നോക്ക്. എടി ഇത് എന്താടി ഇത്? എന്റെ കാറ് മൊത്തത്തിൽ കത്തി കരിഞ്ഞു വെക്കുന്നു. ഒരുമാതിരി എന്തോ ഒരു സാധനം ഉള്ളിൽ കയറി അറ്റാക്ക് ചെയ്ത പോലെ. എന്താ ഷിൻചാൻ? എന്താണ് ഈ ഷിൻചാൻ കരയുന്നത്? വെയിറ്റ്. എടാ ഷിൻചാനെ എന്താടി മിണ്ടാത്ത? എടാ എന്താ ഷിൻചാനെ നീ ഒന്നും മിണ്ടാത്ത? എടേ ഇവനൊന്നും മിണ്ടാത്ത. എടാ എവിടെ നീ? ഇവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവൻ ഇവിടുന്നല്ലേ വിളിച്ചത്, എന്നിട്ട് അവിടെ പോയി. ഞാൻ അവിടെ കണ്ടാണല്ലോ ഇപ്പൊ ഇവനെ. എടാ നീ എവിടെ പോയത്? താഴെ വീടാ. ജോ മാൻ താഴെ വീണാ. എടി ഇപ്പൊ താഴെ വീണിന് പണി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. ഇവൻ താഴെ ഒന്നും ഇല്ലല്ലോ. എടി ഇവരെ കാണുന്നില്ല ഇവിടെ. എടി ഇതിന്റെ ബാക്കിലൂടെ ഒളിച്ചു വെക്കുന്നുണ്ട്. ഇതിന്റെ ബാക്കിലിട്ടാ. ഇതിന്റെ ഉള്ളിൽ വീണാ? ഇല്ല, ഈ സാധനത്തിന്റെ ഉള്ളിൽ വീണില്ല. ഈ തീ കൊണ്ടിട്ട് പറന്നു പോയാ? ഇല്ല, പറന്നു പോയിട്ടില്ല. എടി ഇവനെ എവിടെയാ? എനിക്കെന്താ കോള് വരുന്നേ? ഇതാരാ കോള് ചെയ്യുന്നേ? എടേ ഇതാരാ? ഷിൻചാനാ? എടാ ഷിൻചാൻ എന്തിനാ കോള് ചെയ്യുന്നത്? ഹലോ ഷിൻചാനാ? എന്നെ തട്ടിക്കൊണ്ട് പോയടാ. ആര്? എടാ നെയ്ബർ, നീ ഒന്ന് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്ക്. എടാ ഇന്നലെയാണ് ആ വയലന്റ് ഗ്യാങ്ങത്തെ മെയിൻ ഗാങ്സ്റ്റർ ആ വീട്ടിൽ വന്നതാ. നെയ്ബർ മെയിൻ ആള്. അയാള് വന്നു. ഷിൻചാൻ അയാള് തട്ടിക്കൊണ്ടുപോയി. എന്തോ പ്രശ്നമുണ്ട്. വയലറ്റ് ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ഗ്യാങ്ങാ. എടി ഇവര് ഗ്രീൻ ഗ്യാങ്ങിനെക്കാട്ടി സ്ട്രോങ് ടീമാ വയലറ്റ് ഗ്യാങ്. അതോ എടാ ഷിൻചാൻ അവിടെ പോയിട്ടിരിക്ക. എടാ ഷിൻചാൻ അവർ കൊല്ലും. ഷിൻചാൻ അവരെ കൊല്ലും. എങ്ങനെയും പോയിട്ട് രക്ഷിക്കണം. എങ്ങനെയും പോയിട്ട് രക്ഷിക്കണം. എങ്ങനെ പറഞ്ഞ എങ്ങനെയും രക്ഷിക്കണം. എനിക്കറിയില്ല. അറ്റാക്കിലും നടക്കില്ല. അത് വയലറ്റ് ഗ്യാങ് ആണ്. അവരുടെ എന്ത് പവറാന്നറിയോ? തൊട്ട അവരപ്പം തന്നെ നമ്മളെ കൊല്ലും. അവരുടെ മോഡേൺ വെപ്പൺസ് ഒക്കെയാണ്. എടാ എനിക്ക് പേടിയാണ്. ഒളിച്ചൊളിച്ചു പോവാ. എന്തായാലും ഒളിച്ചൊളിച്ചു പോവാ. ഇതിലേ പോയിട്ട് ഫസ്റ്റ് നോക്കാം. ഷിൻചാൻ രക്ഷിക്കാൻ പറ്റുമോ നോക്കാം. അല്ലെങ്കിൽ എത്തിയും എന്നെയും കൊല്ലുവോ? എനിക്കറിയില്ല. ഷിൻചാൻ രക്ഷിക്കാണ്ട് പോകാൻ പറ്റില്ല. ഓ നോ. എടാ കോള് വെയിറ്റ്. ഹലോ ഷിൻചാനെ? നിന്നെ കിട്ടാണ്ട് എന്നെ കൊല്ലൂത്. വന്ന് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഒളിച്ചൊളിച്ച് വരിക. അവരൊന്നും ചെയ്യൂലാന്ന്. അതെന്താ? എടാ ഞാൻ വരാം വെയിറ്റ്. എടാ ഷിൻചാനെ? എടാ നീ എന്താ സ്റ്റക്കായ പോലെ അയാളോട് സംസാരിക്ക്. മാൻ എന്തിനാ ഷിൻചാൻ ഇപ്പൊ എടുത്തേക്കുന്നേ? നിന്നെ കൊല്ലണം എനിക്ക് കിട്ടിയ ഇൻഫോർമേഷൻ.
എന്തിന്? ഏയ് ഞാൻ ആരും കൊല്ലാൻ നിൽക്കൂല. എനിക്കാരും പറഞ്ഞിട്ട് കൊല്ലേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്നലെ എന്താ പറ്റിയേ? ഇന്നലെ എന്റെ റൂമിൽ ഒരു പ്രേതം വന്നു. എന്നിട്ട് ആ പ്രേതം പറഞ്ഞു ഷിൻചാനെ കൊല്ലണം, നിന്നെ കൊല്ലണ്ടാന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് ഷിൻചാനെ കൊല്ലണമെങ്കിൽ നിന്നെ കൊല്ലണല്ലോ. അത് താനെന്താ പ്രേതം വന്നതൊക്കെ പറഞ്ഞ് വിശ്വസിച്ച അപ്പൊ തന്നെ ഇപ്പോഴേ ഞാൻ ഷിൻചാനെ കൂട്ടിക്കൊണ്ടുപോയി. ഇതായിരുന്ന കാര്യം. ഹേ മാൻ കണ്ണുപറ്റി നിന്നെ ഇപ്പൊ ഷിൻചാനെ കൊല്ലാൻ തന്നെ പ്ലാൻ. ഇപ്പൊ ഞാൻ കൊല്ലാൻ പോവാം. എന്ത് സംഭവം? ഞാൻ ടിവി നോക്ക്, ആ വീഡിയോ നോക്ക്. എന്ത് വീഡിയോ? കണ്ടു നോക്കാം. വെയിറ്റ് പ്ലേ ചെയ്. ഹേ മാൻ എടാ പ്ലേ ചെയ്തടാ. വാട്ട്? ഇത് എന്റെ വീട്ടിലത്തെ ഓക്കെ, ഈ ക്യാമറയിൽ എന്റെ വീട്ടിലത്തെ ഷോട്ടാ. ഇതാരീ നടന്നു പോന്നെ മാൻ. നീ പെണ്ണേതാ? ഇത് പ്രേതമാണല്ലോ. ഇവിടെ ഭയങ്കര ഇൻവിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടിട്ട്. ഇതാരാ? ഈ പ്രേതമാണ് എന്നോട് വന്ന് സംസാരിച്ചിട്ട് രാത്രി. ഇന്ന് എന്നെ കൊല്ലൂന്നാ പറഞ്ഞു. എനിക്കറിയില്ല. നീ ഷിൻചാനെ കൊന്നില്ലെങ്കിൽ ആ പ്രേതം എന്നെ കൊല്ലും. ഞാൻ കൊല്ലാം. പേടിക്കടാ. ഇന്ന് ആ പ്രേതത്തെ ഞാൻ കൊല്ലും. ഇത് പ്രേതത്തെ ഞാൻ കൊല്ലും. ഈ പ്രേതത്തെ ഞാൻ കൊല്ലും. ഹേ മാൻ കണ്ണുപറ്റി. ഓക്കെ. നിനക്ക് ഞാൻ ഇന്ന് രാത്രി 12 മണി വരെ തരാം. 12 മണിക്കുള്ളിൽ ആ പ്രേതത്തെ കൊന്നില്ലെങ്കിൽ നീ ഷിൻചാൻ ചാവും. ഷിൻചാൻ ഉറപ്പ് ചാവും. ഓക്കെ ഞാൻ കൊന്നോളാം. ഷിൻചാനെ പാടാ. ഇങ്ങോട്ട് വാ. നീ അവിടെ പോയിട്ട് എസ്കേപ്പ് ചെയ്തിട്ട് കാര്യമില്ല. എനിക്കറിയാലോ വയലറ്റ് ഗ്യാങ് എന്തായാലും വിചാരിച്ച എല്ലാരും കൊല്ലാൻ പറ്റും. എനിക്കറിയാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടോ വീട്ടിൽ തന്നെ. ഇന്ന് ആ പ്രേതത്തെ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് കൊല്ലും. ഓക്കെ. ഷിൻചാനെ വാ. ഞാൻ വരുന്നില്ല, എനിക്ക് വേണ്ടി പ്രേതം കൊല്ലും. നീ അത് വന്നേ വേണ്ട. ഞാൻ പ്രേതത്തെ കൊന്നോളാം. വാ. വാ. ഇവന്മാരെന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ണു വെച്ചിട്ട്? വിട്ട് അവന്മാര് സ്ട്രോങ് ടീമാണ്. ഇന്ന് ആ പ്രേതത്തെ കൊന്നേ പറ്റൂ. പ്രേതത്തെ കൊല്ലാതെ നീ എന്താ പറയുന്ന ഫ്രാങ്ക്ലിൻ? നമുക്ക് രക്ഷപ്പെടാം ഈ സമയത്ത്. രക്ഷപ്പെടാൻ ഒന്നും നടക്കൂല. ഇത് വയലറ്റ് ഗ്യാങ് ആണ്. സിറ്റി ഈ ടൗൺ മൊത്തം ഉണ്ടാവര്. ശരിയാടാ ഫ്രാങ്ക്ലിൻ, എന്തേടാ? രാത്രി ആവുന്നവരെ വെയിറ്റ് ചെയ്യാ. പ്രേതം വരട്ടെ. രാത്രി ആവുന്നവരെ വെയിറ്റ് ചെയ്യാനാ? വേറെ വഴിയില്ല. രാത്രി ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ആ പ്രേതത്തെ കൊല്ലണം. അതാണ് ഇത് പ്ലാൻ. വേറെ വഴിയില്ലാത്തോണ്ട് ഷിൻചാൻ ഇത് ചെയ്യാൻ പറ്റൂ. ബായ് മരത്തിന്റെ ബാഗ് ഒളിച്ചിരിക്ക. രാത്രി ആരും മരത്തിന്റെ ബാഗ് വെക്കുക. പ്രേതം വന്നതിന് അപ്പൊ കൊല്ലു നമ്മള്. ഗണ്ണുണ്ട്, ഗൺസ് ഉണ്ട്. ഒളിച്ചേക്ക്. ഇപ്പൊ സമയം എത്ര മണിയായിന്ന് പറഞ്ഞാ 13:19 രാത്രി 11:30 ശ്രദ്ധിച്ചിരുന്നോ? എനിക്ക് പേടിയാവുന്ന സമയം എത്രയാടാ? സമയം ഇപ്പൊ 11:50. എനിക്കറിയില്ല. അതാണ് പ്രേതം. വെള്ള ഡ്രസ് ഇട്ടിട്ട് അയാള് പറഞ്ഞ പോലെ കാണാനാ പോലെ ഇട്ട് നമ്മളുടെ വീട്ടിന്റെ ഉള്ളിലേക്ക്. വാതി പ്രേതത്തെ നമ്മള് കൊല്ലു വാ. എനിക്ക് പേടിയാവുന്നടാ. എന്തിനായിരിക്കും പ്രേതം വന്നേ? എനിക്കറിയില്ല. നീ കൊല്ലു വേഗം. പ്രേതം എന്താ അങ്ങനെ നിക്കുന്നേ? ഷിൻചാൻ മാറിയൊക്കെ. എനിക്ക് ഇവിടുന്ന് ഗണ്ണെടുക്കാൻ പറ്റുന്നില്ല. എനിക്കറിയില്ല. എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടുന്ന് ഷൂട്ട് ചെയ്യാം. ഹെഡ് അടിച്ചു. എനിക്കറിയില്ല. നീ പോയിട്ട് നോക്കിട്ടോ ഷിൻചാൻ. നീ പോയിട്ട് നോക്കിട്ടോ. എനിക്ക് പേടിയാ. സൗണ്ട് ഒക്കെ കേൾക്കുന്നതാ. എനിക്കറിയില്ല എന്താവുന്ന. ബാബാ നോക്കാം. മല്ലാടക്ക. കേറാ. ഇതാരാ? എടാ എനിക്കിപ്പഴാ മനസ്സിലായത് ആരാത്. വീട്ടിൽ ഇവരുടെ പണിയായിരുന്നാ. ഇതെന്താ സൗണ്ട് കേൾക്കുന്നേ? ഇതാരാ പുറത്ത് വന്നേക്കുന്നത്? പേടിപ്പിച്ച് കൊല്ലുവോ താൻ? ആണാ. യോ മാൻ, ഞാൻ കണ്ടുപിടിച്ച ആരാ പ്രേതന്ന്. ഇവനാ. ഇവര് വെള്ള ഡ്രസ് ഇട്ട് ഇങ്ങനെ പേടിപ്പിക്കാൻ വന്നതാണ്. ഗ്രീൻ ഗ്യാങ് അല്ലേ? ഗ്രീൻ ഗ്യാങ് എന്നെ കൊല്ലാൻ വേണ്ടി ട്രിക്ക് ആക്കിയതാ. നിങ്ങളുടെ വൈൽഡ് ഗ്യാങ് പവർഫുൾ ആയതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഇതാക്കിയതാ. ലൈക്ക് പ്രേതത്തിനെ പോലെ അഭിനയിച്ചിട്ട് എന്നെ കൊല്ലാൻ നോക്കിയാൻ പറഞ്ഞാ. മനസ്സിലായി. എന്നെ പേടിപ്പിച്ചതാ പ്രേതത്തെ കാണിച്ചല്ലേ? അത് തന്നെ അതാ ഞാൻ ഉദ്ദേശിച്ചേ. അപ്പൊ ഇവിടെ ശരിക്കും പ്രേതമില്ല. പ്രേതമില്ല. സോറിയുടെ ഫ്രാങ്ക്ലിൻ നിന്നെ ഡൗട്ട് അടിച്ചേനെ. ആസ് എ നെയ്ബർ മൈ മിസ്റ്റേക്ക്. ഓൾറൈറ്റ്. ഷിൻചാനാ നമ്മള് രക്ഷപ്പെട്ടു. യോ മാൻ ഓക്കെ. ഷിൻചാനെ നീ പേടിച്ച് ചത്തില്ലേ? എനിക്ക് പേടിച്ചെത്ര.
ഇതൊക്കെ ഇയാള് ഗ്രീൻ ഗാങ്ങിന്റെ പണിയായിരുന്നു. ഗ്രീൻ ഗാങ്ങിനെ തീർക്കാം. ഒരു ദിവസം തീർക്കാം. എടാ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിച്ചേക്ക്. ഒരു പറ്റിച്ചാണ്, ഗോസ്റ്റ് ആയിരുന്നു ഞങ്ങൾ പറ്റിക്കാൻ വന്നത് ഗ്രീൻ ഗാങ്. എന്തായാലും ഗ്രീൻ ഗാങ്ങിനോട് റിവെഞ്ച് ഉണ്ടാവും. സോ അതിന്റെ വീഡിയോ